السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ഫറോക്ക് മണ്ഡലത്തിലെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് MSM സംഘടിപ്പിക്കുന്ന ഈ പ്രൗഢമായ വിദ്യാർത്ഥി സമ്മേളനത്തിൽ ഒത്തുചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മൾ ഈ വേനൽ അവധിക്കാലത്ത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അവധിക്കാലം ആസ്വദിക്കുന്ന, ആഘോഷിക്കുന്ന, പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായ, ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണമായി തീരാകുന്ന ഒരു നന്മയുടെ സംഗമത്തിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇവിടെ ഈ സമയത്ത് നമ്മുടെ മനസ്സുകളിൽ നല്ല ഒരു നിയ്യത്ത്, നമ്മളെ ഇന്നത്തെ ദിവസം, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം, ഒരു നേട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നൊരു ചിന്തയിലാകണം നമ്മളിവിടെ ഇരിക്കുന്നത്. നേരത്തെ അവിടെ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ്? വിഷയം എന്താ? നിങ്ങൾ പറ, എന്താ വിഷയം? എങ്ങനെ? ചോറോ? എന്താ വിഷയം? എന്താ കേൾക്കുന്നില്ലേ? ഓർക്കെ പർപ്പസ് ഓഫ് ലൈഫ് എന്നതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്ന വിഷയം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ആളുകൾ കണക്കാക്കുന്ന, മനസ്സുകളിൽ നൽകുന്ന ഉത്തരങ്ങളിൽ ഒരുപാട് മറുപടികൾ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ഒരുപാട്, എനിക്ക് വലിയ സമ്പന്നനാകണം, സമ്പത്ത് നേടലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ വലിയ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിൽ എനിക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകണം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആകണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകണം, ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരണം, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്ന വലിയ വലിയ കരിയർ സ്വപ്നങ്ങളുണ്ട്, അങ്ങനെ ഉന്നതമായ കരിയർ ജോലികളിൽ, കരിയർ ഇടങ്ങളിൽ, ഉന്നത പ്രൊഫഷണലുകളിൽ എനിക്ക് എത്തിച്ചേരുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടാവുക, ഒരുപാട് അസറ്റ് ഉണ്ടാവുക, ഒരുപാട് സ്ഥലങ്ങളും കെട്ടിടങ്ങൾക്കുമൊക്കെ ഉടമയായി തീരുക എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ കണക്കാക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാകും. ചില ആളുകൾ പറയും, എനിക്ക് പ്രശസ്തനാവുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം, അല്ലെ? ഫേമസ്, ഞാൻ ഏറ്റവും ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരാളാകണം എന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കണക്കാക്കുന്ന ആളുകളുണ്ടാകും എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, എന്നാൽ ഇതൊക്കെയാണോ ജീവിതത്തെ നിർണ്ണയിക്കുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളായി തീരേണ്ടത്? നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കും. ഒരുപാട് സമ്പത്തുണ്ടായാൽ അയാൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടിയവനായി തീരുമോ? നിങ്ങൾ ഓസ്ട്രേലിയയിലെ അതികോടീശ്വരനായിരുന്ന, അതിസമ്പന്നനായിരുന്ന അലി ബനാത്തിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടാകും. അലി ബനാത്ത് വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് അദ്ദേഹം സുഖാസ്വാദനങ്ങളിൽ സുഖിച്ചു ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 29ാമത്തെ വയസ്സിൽ ഡോക്ടർമാർ അദ്ദേഹത്തിന് ക്യാൻസർ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് അവര് കണക്കുകൂട്ടി, അവർ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, 7 മാസത്തിൽ കൂടുതൽ താങ്കൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അലി ബനാത്ത് ആ സന്ദർഭത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം, അദ്ദേഹത്തിന്റെ ജീവിതം, അതുവരെ കടന്നു വന്നിരുന്ന ജീവിതത്തിന്റെ ആ ദിശയിൽ നിന്ന് പെട്ടെന്ന് വഴിത്തിരിവുണ്ടാവുകയാണ്. അദ്ദേഹം തീരുമാനമെടുക്കുന്നു, എനിക്കുള്ള ഏതാനും നിമിഷങ്ങൾ മാത്രം, ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് എനിക്കുള്ളത്, അത് ഇനി ഇതുവരെ ജീവിച്ചു വന്നതുപോലെ ആയിക്കൂടാ എന്ന് അദ്ദേഹം തീരുമാനമെടുക്കുന്നു. അദ്ദേഹം സങ്കടത്തോടുകൂടി, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇതുവരെയും അള്ളാഹു എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഇന്നക ലമയ്യിത്തുൻ,
നീ തീർച്ചയായും മരിക്കുന്നവനാണ് കേട്ടോ എന്ന് ഖുർആൻ ഒരുപാട് തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ അതിനെ വകവെച്ചിട്ടില്ല. എന്നാൽ ഡോക്ടർമാർ എന്നോട് നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതാണ് ഞാൻ വകവെക്കാനുണ്ടായത്. അപ്പോഴാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് എനിക്കുണ്ടായത് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം 3 വർഷക്കാലം കൂടി ജീവിച്ചിരുന്നു. ആ 3 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹം ചിലവഴിച്ചു. വ്യത്യസ്ത രൂപത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മുസ്ലിങ്ങളെ ഒരുമിപ്പിക്കുന്ന സംഘടനയുമായി അദ്ദേഹം സജീവമായി. സമ്പത്തല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നിർണയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വലിയ പ്രശസ്തി ഉണ്ടായിട്ടും ഒരുപാട് സമ്പത്തുണ്ടായിട്ടും ഉന്നത അധികാര സ്ഥാനങ്ങളിലിരുന്നിട്ടും ജീവിതത്തിൻ്റെ കൃത്യമായ ലക്ഷ്യം കണ്ടെത്താൻ കഴിയാതെ ഒടുവിൽ ആത്മഹത്യകളിലും ലഹരികളിലും അടിമപ്പെട്ടു പോയിട്ടുള്ള അതിനു പിന്നിൽ അടിയറവ് പറഞ്ഞ ഒരുപാട് മനുഷ്യരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണയിക്കുന്നത് ഇതൊന്നുമല്ല എന്നതാണ് വസ്തുത. നമ്മളും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്ന ആളുകളായിരിക്കും. നമ്മുടെ കരിയർ ഗോളുകൾ ഇല്ലാത്തവർ ആരും ഉണ്ടാകില്ല. ഒരുപാട് കൃത്യമായ ഒരു കരിയർ ഗോൾ നമ്മൾ മുന്നിൽ വെച്ചിട്ടുണ്ടാകും. നമ്മൾക്കൊരുപാട് നമ്മുടെ ഫാമിലി ഗോളുകൾ ഉണ്ടാകും, ഫിനാൻഷ്യൽ ഗോളുകൾ ഉണ്ടാകും, ഹെൽത്ത് ഗോളുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിനു വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളൊരു ട്രെയിൻ യാത്രയിലാണ്. ആ ട്രെയിൻ യാത്രക്കിടയിൽ നമ്മൾ ആലോചിക്കുകയാണ്, ട്രെയിനിലെ ഭക്ഷണം പലപ്പോഴും മോശമാകാറുണ്ട്. അതുകൊണ്ട് ഈ ട്രെയിൻ ഉച്ച സമയത്ത് ഏകദേശം എത്തുന്ന ഇന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് ഭക്ഷണം വാങ്ങാം, വൈകുന്നേരം ഇന്ന സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ചായ കുടിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ആരെങ്കിലും എൻ്റെ ഉച്ച സമയത്ത് ഇന്ന സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എൻ്റെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുമോ? വൈകുന്നേരം ഇന്ന സ്ഥലത്ത് നിന്ന് ചായ കുടിക്കലാണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് നമ്മൾ പറയാറില്ല. നമ്മൾ യാത്രയുടെ ലക്ഷ്യം കണക്കാക്കാറുള്ളത് യാത്രയുടെ അന്ത്യം മുതലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആരംഭിക്കുന്നത്, ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ജീവിതത്തിൻ്റെ ഒടുക്കത്തിലാണുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം നേരത്തെ തന്നെ അമീൻ ഇവിടെ സൂചിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 115-ാമത്തെ വചനത്തിലൂടെ മുഴുവൻ മനുഷ്യരോടും അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, മനുഷ്യരെ നിങ്ങളെ നാം വൃഥാ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നത് കാണാൻ കഴിയും. ഭൗതികവാദികളായ നാസ്തികരായ മനുഷ്യർ ഭൗതികവാദം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ഭൗതികവാദം മനുഷ്യ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല, തീർത്തും നിരർത്ഥകമാണ് മനുഷ്യ ജീവിതം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നു. കേവലം ഭൗതികമായ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത്, ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിൽ പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല, ജീവിതത്തിന് ഒരു പർപ്പസോ ഒരു ലക്ഷ്യമോ ഇല്ല എന്ന ഭൗതികവാദ ചിന്തകളെ നമുക്ക് കാണാൻ കഴിയും. ഫിലസ്തീനിന്റെ മണ്ണിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതിക്കിരയായിക്കൊണ്ടിരിക്കുന്ന പിഞ്ചുബാല്യങ്ങളടക്കമുള്ള നമ്മുടെ സഹോദരങ്ങളുടെ അപായങ്ങൾക്ക് യാതൊരു അർത്ഥവും ലക്ഷ്യവും കാണാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണാം. ഭൗതികവാദത്തിന് അവരുടെ വേദനകളെ വിശദീകരിക്കാൻ കഴിയില്ല, ആ വേദനകൾക്ക് അർത്ഥം കാണാൻ കഴിയില്ല. ജീവിതത്തിന് ഒരു പ്രതീക്ഷ നൽകാൻ, ഹോപ്പ് നൽകാൻ ഭൗതികവാദ ചിന്തകൾക്ക് കഴിയില്ല. പക്ഷേ ഇസ്ലാം കൃത്യമായി അങ്ങനെയല്ല. നിങ്ങളുടെ സന്തോഷത്തിനും സന്താപത്തിനും പോലും, നിങ്ങളുടെ ധന്യതക്കും ദാരിദ്ര്യത്തിനും പോലും, നിങ്ങളുടെ സുഖത്തിനും വേദനക്കും പോലും കൃത്യമായ അർത്ഥമുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലോകരുടെ രക്ഷിതാവായ അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയെന്ന്, മനുഷ്യർക്ക് ജീവിതവും മരണവും നൽകിയത് എന്തിനു വേണ്ടിയെന്ന് പറയുന്നത് നമുക്ക് കാണാം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മനുഷ്യരെ, നിങ്ങൾക്ക് ജീവിതവും മരണവും നാം നൽകിയിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നുറപ്പ് നമ്മളോട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, നമുക്ക് സുഖമാകട്ടെ സങ്കടമാകട്ടെ, നമുക്ക് സന്തോഷമാകട്ടെ സന്താപമാകട്ടെ, സുഖമാകട്ടെ വേദനയാകട്ടെ, ധന്യതയാകട്ടെ ദാരിദ്ര്യമാകട്ടെ, എല്ലാം റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്ന് പടച്ചുറപ്പ് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആ പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്ന്, ആ പരീക്ഷണത്തിലെ വിജയമാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ
ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലെ സുന്ദരമായ ഒരു ആയത്ത്, ഖുർആൻ സൂറ ആലു ഇമ്രാനിൻ്റെ 185-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു വർത്തമാനം നിങ്ങൾക്കൊന്ന് കേൾക്കാം. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലു ഇമ്രാനിൻ്റെ 185-ാമത്തെ വചനത്തിൽ അള്ളാഹു സംസാരിക്കുകയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്, നമുക്ക് ആർക്കും സംശയമില്ല, മനുഷ്യരെല്ലാവരും മരിക്കും എന്ന കാര്യം. എന്നിട്ട് നമ്മുടെ ഓരോ കർമ്മങ്ങൾക്കും കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന ഒരു നാള് വരാനുണ്ട്. ആ ദിവസത്തിൽ നമ്മളെല്ലാവരെയും നമ്മുടെ മുഴുവൻ കർമ്മങ്ങളെയും മുൻനിർത്തി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാളിൽ, അന്ന് ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത് അവരാണ് വിജയി എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കബളിപ്പിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത്, ജീവിതത്തിൻ്റെ വിജയമെന്നുള്ളത് അത് ആ പരലോക ജീവിതത്തിലെ വിജയമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് സൂറത്തു തൗബയിൽ നമുക്ക് കാണാൻ കഴിയും. അറദീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറ, നിങ്ങൾ പരലോക ജീവിതത്തെക്കാളും ഇഹലോകത്തെ ജീവിതത്തെയാണോ തിരഞ്ഞെടുക്കുന്നത്? വളരെ നൈമിഷികമായ എത്ര വയസ്സുവരെ നമ്മൾ ജീവിക്കും എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്കില്ലേ, സാധാരണ ചിലപ്പോൾ മനുഷ്യന്മാർ നമ്മുടെ നാടുകളിൽ ശരാശരി ജീവിക്കുന്നത് 60-70 വയസ്സൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ടാകും. എന്നാൽ എല്ലാവരും ആ പ്രായം വരെ ജീവിച്ചു കൊള്ളണമെന്നുമില്ല. അതിനേക്കാളും കുറഞ്ഞ പ്രായത്തിൽ 10-ാമത്തെ വയസ്സിലും 20-ാമത്തെ വയസ്സിലും 30-ാമത്തെ വയസ്സിലുമൊക്കെ മരണപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഏതു സമയവും മരണപ്പെട്ടേക്കാം. ആ നൈമിഷികമായ ഈ ജീവിതത്തെ നിങ്ങൾ പരലോകത്തെ ജീവിതത്തെക്കാളും കൂടുതൽ തൃപ്തിപ്പെടുകയാണോ, കൂടുതൽ പ്രിയം വെക്കുകയാണോ? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. പരലോക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഇഹലോകത്തെ ജീവിതം വളരെ നിസ്സാരമാണ് കേട്ടോ, വളരെ തുച്ഛമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിലെ സൗകര്യങ്ങളെയും ആസ്വാദനങ്ങളെയും പരലോക ജീവിതത്തിൻ്റെ വിജയത്തിനേക്കാളും അപ്പുറമായി നമ്മൾ കണക്കാക്കി പോകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ മറ്റൊരിടത്ത് മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് മനുഷ്യരെ മാത്രമല്ല ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പറയുകയാണ്. നമുക്കറിയാം, മനുഷ്യരും ജിന്നുകളും മറ്റു ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തരായ ജീവജാലങ്ങളാണ്, ജീവിവർഗങ്ങളാണ്. എന്താണ് മനുഷ്യൻ്റെയും ജിന്നുകളുടെയും പ്രത്യേകത? 2 സവിശേഷതകൾ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് പ്രത്യേകമായി പ്രധാനമായ 2 സവിശേഷതകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒന്ന് സവിശേഷമായ ബുദ്ധിയാണ്, അല്ലേ? നമ്മൾ മറ്റു ജന്തുജാലങ്ങളെയൊക്കെ കരുത്തനായ അതിശക്തനായ ആനയെപ്പോലും മനുഷ്യർ കീഴടക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിശക്തി കൊണ്ടാണ്. അക്കല് എന്ന സവിശേഷമായ അനുഗ്രഹം മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ മനുഷ്യനും ജിന്നിനും അള്ളാഹു നൽകിയ മറ്റൊരു ഗുണം ഇഖ്തിയാറാണ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കടുവയും നാളെ മുതൽ കുറെ കാലമായി പാവപ്പെട്ട മാനിനെയും മുയലിനെയും ഒക്കെ തിന്നുന്നു. അതുകൊണ്ട് കടുവയും സിംഹവും പുലിയുമൊക്കെ നാളെ മുതൽ ഞാനിനെ മാനിനെയും മുയലിനെയും ഒന്നും തിന്നുന്നില്ല, സസ്യബുക്കായി മാറുകയാണ് എന്നൊരു വേണ്ടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനെ കീഴൊതുങ്ങി ജീവിക്കാൻ, അവന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി സമർപ്പിച്ചു ജീവിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പടച്ചറപ്പ് നമ്മളോട് പറഞ്ഞു തരികയാണ്. അങ്ങനെ അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്. നമുക്ക് ജീവിതത്തിൽ നമ്മളുടെ ദൗത്യം അതാണ്. എന്നാൽ സന്യാസികളെ പോലെ പൂർണ്ണമായും സമ്പൂർണമായും മുഴുവൻ സമയവും ആരാധനകളിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ പടച്ചുറപ്പ് നമ്മളോട് പറയുന്നില്ല. നിങ്ങൾ ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം വായിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കോ? 1 2 3 ഒരുപാട് ആളുകളുണ്ട്. വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. സാന്റിയാഗോ എന്ന ആട്ടിടയൻ താൻ കാണുന്ന സ്വപ്നത്തിനു പിന്നാലെ സഞ്ചരിക്കുന്ന മനോഹരമായ ഒരു പുസ്തകം. ആ യാത്രക്കിടയിൽ സാന്റിയാഗോക്ക് അദ്ദേഹത്തിന് മുന്നിൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ വേണ്ടി വഴി കാണിക്കുന്ന ഒരു വൃദ്ധൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപകഥ പൗലോ കൊയ്ലോ ചേർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലെ
ബുദ്ധിമാനായ മനുഷ്യൻ്റെ കഥ. ഒരു കുട്ടി ഒരുപാട് കാലത്തെ ദീർഘമായ യാത്രകൾക്ക് ശേഷം ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനെ കാണുവാൻ വേണ്ടി ചെല്ലുകയാണ്. എന്താണ് ആ കുട്ടിയുടെ യാത്രയുടെ ലക്ഷ്യം? ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അവൻ അറിയണം, സന്തോഷത്തിൻ്റെ രഹസ്യം അറിയണം. ആ രഹസ്യം തേടി, സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് അന്വേഷിച്ച് ആ കുട്ടി ലോകത്തെ ബുദ്ധിമാനായ മനുഷ്യനെ തേടി പുറപ്പെടുകയാണ്. അങ്ങനെ ആ ഏറെ കഠിനമായ യാത്രകൾക്ക് ശേഷം കടലും കാടും മേടുമൊക്കെ കടന്ന് ഒടുവിൽ ആ കുട്ടി ബുദ്ധിമാനായ മനുഷ്യൻ താമസിക്കുന്ന, ആ ഗുരുനാഥൻ താമസിക്കുന്ന വലിയ കോട്ടയുടെ കുന്നിൻ്റെ മുകളിലുള്ള വലിയ കോട്ടയിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ആ കുട്ടി അവിടെ എത്തിയപ്പോൾ ആ ഗുരുനാഥൻ വലിയ തിരക്കിലാണ്. കുറേ ആളുകൾക്ക് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയം കാത്തിരുന്നതിന് ശേഷം അദ്ദേഹത്തെ കാണുവാനുള്ള അവസരം ഈ കുട്ടിക്ക് കിട്ടുന്നു. അങ്ങനെ ആ കുട്ടി അദ്ദേഹത്തെ കണ്ടു, തൻ്റെ ആവശ്യം പറഞ്ഞു, എനിക്ക് സന്തോഷത്തിൻ്റെ രഹസ്യം അറിയണം. ആ മനുഷ്യൻ ആ കുട്ടിയോട് പറഞ്ഞു, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക. അവൻ്റെ കയ്യിൽ ഒരു സ്പൂണ് കൊടുത്തു. ആ സ്പൂണിൽ അല്പം എണ്ണയുറ്റിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നീ ഈ സ്പൂണുമായി എൻ്റെ ഈ കോട്ട മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് തിരിച്ചു വരണം. 2 മണിക്കൂറുകൾ കൊണ്ട് നീ തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ ഈ സ്പൂണിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും തൂവിപ്പോകാൻ പാടില്ല. ആ കുട്ടി ഇത്രയേറെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ആ കുട്ടി 2 മണിക്കൂറുകൾ കൊണ്ട് ആ കോട്ട മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് തിരിച്ചു വന്നു. എന്നിട്ട് സന്തോഷത്തോടെ ഗുരുനാഥൻ്റെ അടുക്കലേക്ക് സ്പൂണ് കാണിച്ചു കൊണ്ട് പറഞ്ഞു, നോക്കൂ, ഒരു തുള്ളി എണ്ണ പോലും തൂവിപ്പോയിട്ടില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ ദൗത്യം പൂർത്തിയാക്കി. ഇനി എനിക്ക് സന്തോഷത്തിൻ്റെ രഹസ്യം പകർന്നു തരൂ. അപ്പോൾ ആ മനുഷ്യൻ ആ കുട്ടിയോട് തിരിച്ചു ചോദിച്ചു, എൻ്റെ ഈ കോട്ടയിൽ മനോഹരമായി ഞാൻ സംവിധാനിച്ചിട്ടുള്ള ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് വാസ്തുശില്പങ്ങളുണ്ട്, അതൊക്കെ നീ കണ്ടോ? എങ്ങനെയുണ്ട് എന്ന് ആ കുട്ടിയോട് ചോദിച്ചു. കുട്ടി അത്ഭുതത്തോടെ പറഞ്ഞു, ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ. വീണ്ടും അയാൾ ചോദിച്ചു, ഞാൻ വളരെ മനോഹരമായി ഒരുക്കിയിട്ടുള്ള ലോകത്തെ വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളുമായി സംവിധാനിച്ചിട്ടുള്ള മനോഹരമായ എൻ്റെ പൂന്തോട്ടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, ഞാനൊരു പൂന്തോട്ടവും കണ്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം അവിടെയുള്ള ഒരുപാട് കാഴ്ചകളെ എണ്ണി പറയാൻ തുടങ്ങി. ആ കുട്ടി പറഞ്ഞു, ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ആ മനുഷ്യൻ ആ കുട്ടിയോട് പറഞ്ഞു, എങ്കിൽ ഒരു തവണ കൂടി നീ ചുറ്റി സഞ്ചരിക്കുക, 2 മണിക്കൂർ സമയം തരാം. നീ ഇനി തിരിച്ചു വരുമ്പോൾ അതൊക്കെ കണ്ടിട്ട് നീ ഇവിടെ വരിക. കുട്ടി വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ചുറ്റിക്കറങ്ങി തിരിച്ചു വന്ന് വീണ്ടും സന്തോഷത്തോടെ ഗുരുനാഥൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. നിങ്ങൾ പറഞ്ഞ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടു. എത്ര മനോഹരമായിരിക്കുന്നു. നിങ്ങൾ ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാസ്തുശില്പങ്ങൾ അതെത്ര മനോഹരമാണ്. നിങ്ങളുടെ പൂന്തോട്ടം എത്ര വൈജാത്യങ്ങളുള്ളതാണ്. ഞാൻ ഇത്ര മനോഹരമായ പൂന്തോട്ടം കണ്ടിട്ടില്ല എന്നിങ്ങനെ കുട്ടി അവിടെയുള്ള കാഴ്ചകളെ വർണ്ണിക്കാനും വിവരിക്കാനും തുടങ്ങി. എന്നാൽ ഈ ഗുരുനാഥൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖം അത് സന്തോഷപൂർണമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നിന്റെ സ്പൂണിലെ എണ്ണയെ എനിക്കൊന്ന് കാണിച്ചു തരൂ. അപ്പോഴാണ് കുട്ടി അതിനെക്കുറിച്ച് ഓർക്കുന്നത്. സ്പൂണിലേക്ക് നോക്കുമ്പോൾ അതിലൊരു തുള്ളി എണ്ണ പോലും ബാക്കിയില്ലായിരുന്നു. അപ്പോൾ ആ ഗുരുനാഥൻ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, നിന്റെ സന്തോഷത്തിൻ്റെ രഹസ്യം, നിന്റെ സ്പൂണിലെ എണ്ണയെ കളയാതെ, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നഷ്ടപ്പെടുത്താതെ, അത് ഈ നിന്റെ ചുറ്റുപാടുമുള്ള ആസ്വാദനങ്ങളെ ആസ്വദിക്കുക എന്നതാണ്, അനുഭവിക്കുക എന്നതാണ് എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൗലോ കൊയ്ലോ പ്രവാചകനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകം അത് വേദഗ്രന്ഥവുമല്ല. പക്ഷേ അതിൽ നമുക്ക് ഗുണപാഠമുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. നമുക്ക് ദുനിയാവിലെ ആസ്വാദനങ്ങൾ, എന്തുമാത്രം ആസ്വാദനങ്ങളെ നമുക്ക് ഹലാലാക്കി അനുവദനീയമാക്കി ആ ആസ്വാദനങ്ങളൊക്കെ ആസ്വദിക്കാൻ നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ, അങ്ങനെ എന്തൊക്കെ ആസ്വാദനങ്ങൾ, വിനോദങ്ങളിൽ ഏർപ്പെടാൻ, ഇതൊക്കെ റബ്ബ് നമ്മളോട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മറന്നു പോകരുത്. പരലോക ജീവിതത്തിലെ വിജയമാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ സ്പൂണിലെ എണ്ണ തൂവിപ്പോകാതെ ശ്രദ്ധിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ ജുമുഅയിലേക്ക്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ജുമുഅയിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങളുടെ കച്ചവടങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആ ജുമുഅക്ക് വേണ്ടി ഓടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെയും അങ്ങനെ പള്ളിയിൽ തന്നെ പൂർണ്ണ സമയം ചടഞ്ഞുകൂടി ഇരിക്കേണ്ടതില്ല. നിങ്ങളുടെ
ജീവിത വ്യാപാരങ്ങളിലേക്ക്, നിങ്ങളുടെ മറ്റു തൊഴിലുകളിലേക്ക് നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കൊള്ളുക. നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടിയുള്ളത് തേടിക്കൊള്ളുക എന്ന് റബ്ബ് പറയുകയാണ്. പക്ഷേ നിങ്ങൾ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരായിരിക്കണം. പടച്ചുറപ്പിനെ മറന്നു പോകരുത്. അവൻ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ വിട്ടുപോകരുത്. അവൻ അവൻ്റെ കൃത്യമായ സ്ഥാനത്തിരുന്ന് നാം ഉച്ചരിക്കുന്ന ഓരോ വാക്കുകൾ പോലും, നാം സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ പോലും, നമ്മുടെ മനസ്സിനകത്തുള്ളത് പോലും, നമ്മുടെ കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ പോലും പടച്ചുറപ്പ് അറിയുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മൾക്ക് ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ പടച്ചുറപ്പ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ആരാധനകളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന സുന്ദരമായ ഒരു അധ്യാപനമുണ്ട്. നമ്മളെ പ്രയാസപ്പെടുത്തുന്ന നിയമങ്ങളൊന്നും ഇസ്ലാം നമുക്ക് പകർന്നു നൽകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ എത്ര കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് അനുവദനീയമാക്കി തന്നത്, അല്ലേ? എന്തും ഭക്ഷിക്കാം, ദുനിയാവിലുള്ള ഏത് ഭക്ഷണവും നമുക്ക് ഭക്ഷിക്കാം. എന്നാൽ ചില കാര്യങ്ങൾ മാത്രം അള്ളാഹു ഹറാമാക്കി, ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾക്കിഷ്ടമുള്ള നല്ല നല്ല വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കാം. പക്ഷേ നിങ്ങളുടെ വസ്ത്രത്തിന് ചില നിയമങ്ങൾ ഉണ്ടാകണം. ആൺകുട്ടികളുടെ വസ്ത്രത്തിന് ഇന്ന നിയമങ്ങൾ ഉണ്ടാകണം. പെൺകുട്ടികളുടെ വസ്ത്രത്തിന് ഇന്ന നിയമങ്ങളുണ്ട്. അത് നിങ്ങൾ പാലിക്കണം. നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒക്കെ കൃത്യമായി ഇസ്ലാം ചില നിയമങ്ങൾ പഠിപ്പിച്ചു തരുന്നു. നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമായി തീരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. ഫുട്ബോൾ കളിക്കുമ്പോൾ നിയമങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുക. ആർക്കും എങ്ങനെയും പന്ത് തട്ടാം. ആ ഫുട്ബോൾ രസകരമായി മാറുമോ? അതല്ല, ആകെ പ്രയാസമായി, ആളുകൾ എങ്ങനെയും പന്ത് തട്ടുന്ന ഒരു മടുപ്പുള്ള ഗെയിമായി അത് മാറുമോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്നാൽ ഫുട്ബോളിൽ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ രസകരമായി അത് മാറുന്നു. നമ്മുടെ ജീവിതവും രസകരമാകുന്നത്, ആസ്വാദ്യകരമാകുന്നത് അതിന് നിയമങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. കൃത്യമായ നിയമങ്ങളിൽ അടിസ്ഥാനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ്, അല്ലേ? റോഡുകളിൽ നിയമങ്ങളില്ലെങ്കിൽ മനുഷ്യരുടെ അവസ്ഥ എന്താകും? ആളുകൾക്ക് എങ്ങനെയും യാത്ര ചെയ്യാമെങ്കിൽ, എങ്ങനെയും വാഹനം ഓടിക്കാമെങ്കിൽ എന്തുമാത്രം അപകടങ്ങൾ ഉണ്ടാകും. എന്നാൽ കൃത്യമായ നിയമങ്ങൾ നൽകിയപ്പോൾ അവിടെ നമുക്ക് മനോഹരമായി സുരക്ഷിതമായി സഞ്ചരിക്കുവാനുള്ള അവസരമുണ്ടാകുന്നു. ജീവിതത്തിലും പടച്ചുറപ്പ് ചില നിയമങ്ങൾ നൽകുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സൗകര്യത്തിനു വേണ്ടിയാണ്, നമ്മുടെ ജീവിതം എളുപ്പമാകാനാണ്, നമ്മുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാകാനാണ് അത് നമ്മളെ സഹായിക്കുക എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില സ്വഹാബികൾ കടന്നു വന്നു. എന്നിട്ട് അവർ പരാതി പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ സമ്പന്നരായ ആളുകൾ പ്രതിഫലം മുഴുവൻ നേടിയെടുക്കുന്നു, അവർ കുറേ സമ്പത്തുണ്ട്, അവരുടെ സമ്പത്ത് മുഴുവൻ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു, അങ്ങനെ അവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നു, ഞങ്ങൾക്ക് പ്രതിഫലം കുറച്ചേ കിട്ടുന്നുള്ളല്ലോ, ഞങ്ങൾക്ക് സമ്പത്ത് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിഫലം കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നിങ്ങൾ ചെല്ലുന്ന ഓരോ തഹ്ലീലും ഓരോ ലാ ഇലാഹ ഇല്ലല്ലയും അത് സ്വതക്കയാണ്. നിങ്ങൾ ചൊല്ലുന്ന ഓരോ തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് ദാനധർമ്മമാണ്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് ദാനധർമ്മമാണ്. നിങ്ങൾ തഹ്മീദ് ചെല്ലുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അത് ദാനധർമ്മമാണ്, സ്വതക്കയാണ്. എന്തിനേറെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സഹശയനം പോലും അതുപോലും സ്വതക്കയാണ്, ദാനധർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഞങ്ങൾ ഇണകൾ തമ്മിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ, ഞങ്ങളുടെ സുഖത്തിനു വേണ്ടി ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ഇണകൾ തമ്മിലുള്ള സഹജീവിതത്തിന് പോലും ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയോ? എന്തുമാത്രം അത്ഭുതമാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നിങ്ങളത് ഹറാമായ മാർഗത്തിലായിരുന്നു ആ ആസ്വാദനം കണ്ടെത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ശിക്ഷ കിട്ടുമായിരുന്നില്ലേ? അത് കുറ്റകരമാകുമായിരുന്നില്ലേ? എങ്കിൽ ഹറാമിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങളത് അനുവദനീയമായ മാർഗത്തിൽ നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു അതിന് പ്രതിഫലം നൽകുമെന്നാണ്. പ്രിയമുള്ളവരെ, നോക്കൂ, തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പോലും പ്രതിഫലമായി ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ നമുക്ക് പ്രതിഫലം നേടിയെടുക്കാൻ, സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ എത്രയെത്ര അവസരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മറന്നു പോകാതെ, പടച്ചുറപ്പിനെ മറന്നു പോകാതെ, അവൻ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മറന്നു പോകാതെ ജീവിതത്തെ
ചിട്ടപ്പെടുത്തുക എന്നുള്ളിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് നമ്മൾ ഓർമ്മിക്കുക. പടച്ചുറപ്പ് നമ്മളോട് നമ്മളെ പ്രയാസപ്പെടുത്താൻ നിയമങ്ങളൊന്നും പഠിപ്പിച്ചു തരുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മനുഷ്യർക്ക് അവർക്ക് സാധ്യമായതല്ലാതെ ഒരാളോടും അല്ലാഹു നിർബന്ധിക്കുന്നില്ല എന്ന് പടച്ചുറപ്പ് നമ്മളോട് പറയുന്നുണ്ട്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. റമദാനിൽ നമ്മൾ നോമ്പെടുത്തില്ലേ, നോമ്പ് നോറ്റില്ലേ? നോമ്പിനെ കുറിച്ച് പറയവേ നോമ്പിന്റെ ഇളവുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ, നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹുക്ക് ഇഷ്ടം നിങ്ങൾക്ക് സൗകര്യപ്പെടുത്താനാണ്, നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം നൽകാനാണ്, ഇളവുകൾ നൽകാനാണ് അല്ലാഹുവിന് ഇഷ്ടം എന്ന് അല്ലാഹു പറയുകയാണ്. നമുക്ക് അല്ലാഹു നൽകിയ ഏത് നിയമങ്ങളെയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ ലോകത്തിന് അല്ലാഹു നൽകിയ നിയമങ്ങളെ, ലഹരിയെ അല്ലാഹു നിഷിദ്ധമാക്കി. പടച്ചുറപ്പ് പാടില്ല എന്ന് പറഞ്ഞു. ലഹരി സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ എന്തുമാത്രമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കൃത്യമായി പടച്ചുറപ്പിന്റെ നിയമം ലോക സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് എത്ര പ്രധാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പലിശ ഒരു നിലക്കും അതിനെ സമീപിച്ചു പോകരുത് എന്ന് ഇസ്ലാം കൃത്യമായി വിലക്കേർപ്പെടുത്തി. പലിശ ഈ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ, ദരിദ്രരായ ആളുകളെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്, അങ്ങനെ അവരെ ആത്മാഹുതികളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ നിയമം എത്ര മനോഹരമാണ് പ്രിയമുള്ളവരെ. ഇങ്ങനെയാണ് ഏതു കാര്യങ്ങളിലുമുള്ള ഇസ്ലാമിൻ്റെ നിയമം. അതുകൊണ്ട് അല്ലാഹ് കൽപ്പിച്ചതെന്തോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതെന്തോ അത് സ്വീകരിക്കുകയും അല്ലാഹുവും റസൂലും വിരോധിച്ചതെന്തോ അത് ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കുകയും ചെയ്യുക എന്നതാകണം നമ്മുടെ നിലപാട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി കടന്നു വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം മടക്കി ഹസ്തദാനം നൽകി അദ്ദേഹത്തിന്റെ കൈ വലിക്കുന്നതിനിടയിൽ ആ മനുഷ്യൻ തന്റെ കയ്യിലിട്ടിരുന്ന സ്വർണ്ണമോതിരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങ് ഊരിയെടുത്തു. എന്നിട്ടൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്, സ്ത്രീകൾക്ക് ഹലാലാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നടന്നു നീങ്ങി. ആ മനുഷ്യനും കുറച്ചു കഴിഞ്ഞ് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങി. സ്വഹാബിമാര് ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ആ സ്വർണം എടുത്തോളൂ, നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അത് കൊടുത്തോളൂ, പുരുഷന്മാർക്ക് മാത്രമാണ് ഹറാം എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ നൽകിയ മറുപടി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കിയ, ഉപേക്ഷിച്ചൊരു കാര്യം, അദ്ദേഹം വേണ്ടെന്ന് വെച്ച, അദ്ദേഹം എന്നിൽ നിന്ന് മാറ്റിയിട്ട ഒരു വസ്തു, അതിനേക്കിനി വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ മനുഷ്യന്റെ സ്നേഹം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടെന്ന് വെച്ചത് ഇനി എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നിലപാട് സ്വീകരിക്കാനുള്ളത് ആ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ് എന്ന് പടച്ചുറപ്പ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾക്ക് ഏറ്റവും പ്രിയം ലോകത്തുള്ള സകലരെക്കാളും നമുക്ക് ഏറ്റവും പ്രിയമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമാകണം. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ആ സ്നേഹത്തിൻ്റെ പുറത്ത്, അള്ളാഹുവിനോടുള്ള ആ ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മുടെ ജീവിതത്തെ സുന്ദരപൂർവ്വം സംവിധാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളവൻ അള്ളാഹുവാണ്. അവൻ്റെ അസ്മാവുകളിൽ ഒന്ന് അൽ വദൂദ് എന്നാണ്, ഏറ്റവും സ്നേഹമുള്ളവൻ എന്നാണ്. നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള ആ റബ്ബിനെ ആകണം നമുക്കും ഏറ്റവും സ്നേഹമുണ്ടാകേണ്ടത്. പിന്നെ അവൻ്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പ്രിയപ്പെട്ടതായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതവും സുന്ദരമായി തീരും എന്ന് നമ്മൾ ഓർമ്മിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സുന്ദരമായ ജീവിതങ്ങൾ നമുക്കവൻ സമ്മാനിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ സംവിധാനിക്കുവാനുള്ള അവസരം, അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ, ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിലസ്തീനിലടക്കമുള്ള നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ മറന്നുപോകരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു വസല്ലം അലാ റസൂലില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.